बात संगति कर सके। ബഹുമാനരായ എല്ലാ ദൈവദാസന്മാർക്ക് പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. हमारे सारे आदरणीय दासों का मैं नए दिन की शुभकामनाएं देता हूं। എല്ലാ വിശുദ്ധന്മാരായ ദൈവദാസന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. और बाकी सारे हमारे मसीह के भाई बहन को मैं धन्यवाद करता हूं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। വളരെ പ്രത്യാശയാൽ നിറയപ്പെട്ട പാട്ടുകൾ പാടുന്ന ദൈവത്തെ ആരാധിക്കുകയായിരുന്നല്ലോ. बहुत ही आनंद और अंदर से एक मनोभावना बढ़ाने वाले गीतों को हम गा ഈ रहे थे। ലോകം നമുക്ക് യോഗ്യമല്ല. ये दुनिया हमारे लिए योग्य नहीं है। ആമേൻ. നമ്മൾ ഈ ലോകക്കാരല്ലാകിയാൽ രാവിലെ സ്തോത്രം ചെയ്യാം. हम इस संसार की नहीं है, इस बात को हम पहचान सकते हैं। ആമേൻ. പലപ്പോഴും ആമേൻ നമുക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതിരിക്കുമ്പോൾ, ലഭിക്കേണ്ട മാനവും ബഹുമാനവും ലഭിക്കാതിരിക്കുമ്പോൾ, ലോകക്കാരായിരിക്കുന്നവർ അവരുടെ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പല വിഷയങ്ങൾ ലഭിക്കാതിരിക്കുന്ന നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാണ്. जब हमको कोई चीज नहीं, जब कुछ लोग को उनके आदर नहीं मिलता है तो अपने लिए झगड़ने वाले लोगों के बीच में हम हैं, जो हमारे लिए जो चीज नहीं मिलती है उन बातों का हम धन्यवाद करते हैं। ആമേ. നമ്മളെ ആദരിക്കുന്ന ഒരു ദിനം ആമേ നമ്മുടെ മുമ്പിൽ വേഗത്തിൽ സംഭവിക്കും. हमारे लिए एक दिन आने वाला है जो हमारा इंतजार कर रहा है। ആമേ. ആ ദിനം നമ്മുടെ ആനന്ദ ദിവസമായിരിക്കും. वो एक आनंद का दिन होने वाला है। കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് ദൂതന്മാരുടെ മധ്യേ നാം ആദരിക്കപ്പെടും. करोड़ों मसीह जन के साथ हम परमेश्वर की आराधना ആമേ. करेंगे। ഇന്ന് നാം അപമാനം സഹിക്കുന്നു, നാം ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, ലോകം നമ്മളെ മനസ്സിലാക്കുന്നില്ല, എന്നാൽ നമ്മെ അറിയുന്ന ഒരു സ്വർഗം വേഗത്തിൽ വെളിപ്പെടും. आज हमको कोई हमें पहचानता नहीं है, हमारे पे सताव होते हैं, पर एक दिन आने वाला है जब हम आकाश में उठा लिए जाएंगे और मसीह में मिल करके परमेश्वर की आराधना करेंगे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। പ്രത്യാശയോടെ ഉറച്ചു നിൽക്കാം. विश्वास के साथ मजबूती में स्थिर रहेंगे। നിശ്ചയമായും നാം പ്രതിഫലം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. निश्चित रूप से हम प्रतिफल पाने वाले लोग हैं। മത്തായി സുവിശേഷം 14 അധ്യായത്തിന്റെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നു. मत्ती रचित सुसमाचार 14वें अध्याय का उसका आखिरी कुछ पदों में ऐसा लिखा है। മത്തായി സുവിശേഷം 14 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു, തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. मत्ती 14वें अध्याय के 36वें वचन में ऐसा लिखा है, और उससे विनती करने लगी कि वह अपने वस्त्र ही के आंचल को छूने दे, और जितनों ने उसे छुआ वे चंगे हो गए। വായിക്കുന്നു. അടുത്ത അധ്യായത്തിലെ വാക്യമാണ് ചിന്താവിഷയമായി നാം ഒരുമിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത്. तो हम उसके 15वें अध्याय के पहले वचन को हम ध्यान देंगे आज। ആമേ. വായിക്കുന്നു 15 അധ്യായം 1-ാമത്തെ വാക്യം. वहाँ 15वें अध्याय का पहला पद हम पढ़ते हैं। അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. वहां ऐसा लिखा है, तब यरूशलेम से कुछ फरीसी और शास्त्री यीशु के पास आकर कहने लगे। അടുത്ത വാക്യം വായിക്കുന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? वहां ऐसा लिखा है अगले वचन में, तेरे चेले पूर्वजों की परंपराओं को क्यों टालते हैं അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. कि बिना हाथ धोए रोटी खाते हैं। ഈ രണ്ട് വാക്യങ്ങളും ചേർന്ന് ഒരുമിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില പ്രത്യേക വിഷയങ്ങളാണ് നമ്മൾ ഒരുമിച്ച് രാവിലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. इन दोनों पदों को मिला करके हमें जो संक्षेप मिलता है उन बातों में आज हम चर्चा करेंगे। 14 अध्याയത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ വലിയ ഉന്നത നിലവാരം നൽകുകയാണ്. 14वें अध्याय में यीशु मसीह की सेवकाई में बहुत ही बड़ा बढ़ोतरी हम देखते हैं। നാം കാണുന്നു ഒരു കൂട്ടം ആളുകൾ ഗന്നസരത്തിൽ നിൽക്കുകയാണ്. ഗന്നസരത്തിൽ हम जानते हैं कि एक बहुत ही बड़ी भीड़ गन्नेसरत में खड़ी है। ആമേൻ. നാലുപാടും ചുറ്റുവട്ടമുള്ള സകല രോഗികളെയും അവിടെ കൊണ്ടുവന്നു. चारों तरफ के देशों से रोगी लोगों को लेके आए थे। വായിക്കുന്നു. ആളയച്ച് ദീനക്കാരെ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. हम जानते हैं वहां लिखा है कि वहां अंधे लगड़े हर प्रकार के रोगी वहां आए थे। അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ അനുവാദം ചോദിക്കുന്നു. उसके वस्त्र के आंचल को छूने के लिए वो लोग विनती कर रहे थे। വായിക്കുന്നു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. और वहां लिखा है, जितनों ने उसे छुआ सब चंगे हुए। ആരെല്ലാം കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടു അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. जितने भी लोगों ने यीशु मसीह के वस्त्र को छुआ वो सब चंगे हो गए। കൂടി വന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ചില്ല. जो साथ में है वो सब चंगे नहीं हुए थे। ആമേൻ. എനിക്ക് സൗഖ്യമാക്കണമെന്ന ആഗ്രഹത്തോടെ അവനെ തൊട്ടവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു. मुझे चंगा होना है उस आशा से जितनों ने उसे छुआ था वे सब चंगे हो അപ്പോൾ गए। ഗന്നസരത്തിലെ ഒരു ചിത്രമാണ് നാം ഈ 14 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നത്. गन्नेसरत का एक चित्र हम 14वें अध्याय के आखिरी पदों में देखते हैं। എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ
ഗന്നസരത്തെ അനുഭവങ്ങൾ. सबको बहुत ही अच्छा लगने वाला एक अनुभव है ये ആമേ यरूशलेम का। ചുറ്റും നാലുപാടും ആളുകൾ നിന്ന് തിക്കിത്തിരക്കുന്നു ശുശ്രൂഷയുടെ ഉന്നത ശ്രേണിയിൽ. वहां पे यीशु मसीह की सेवकाई का बहुत ही बड़ा एक ऊंचा हुआ स्थान है। എന്നാ വായിക്കുന്നു, ആളുകൾ യേശുവിനെ തൊടുവാൻ അനുവാദം ചോദിക്കുന്നു. वहां लोग यीशु मसीह को छूने के लिए विनती कर रहे ആ थे। യേശുവിൽ ശക്തി വെളിപ്പെടുന്നു. वो यीशु मसीह से सामर्थ निकलती थी। രോഗികൾ സൗഖ്യമാകുന്നു, रोगी चंगे होते थे, ഭൂതങ്ങൾ വിട്ടുമാറുന്നു, दुष्टात्माएं भागती थी, ആളുകൾ സന്തോഷം കൊണ്ട് ആനന്ദിക്കുന്നു. लोग आनंद से खुशी मनाते थे। യേശു ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിന്നുകൂടി ശുശ്രൂഷിക്കുമ്പോൾ ആമേൻ സകലരും യേശുവിനെ ബഹുമാനിക്കുന്നു. കർത്താവിന് മുമ്പാകെ ആളുകൾ വീഴുന്നു, നമസ്കരിക്കുന്നു, കർത്താവിനെ പുകഴ്ത്തുന്നു, ഉയർത്തുന്നു. ആരാധനയുടെ വലിയ അനുഭവങ്ങൾ ഗന്നസരത്തിൽ. सेवकाई के उच्च स्तर में यीशु मसीह के लोग उसके चरणों में आके गिर के उसकी आराधना और दंडवत करते थे। എന്നാൽ 15-ാം അധ്യായം വരുമ്പോൾ തൊട്ടടുത്ത നിമിഷം വായിക്കുന്നു അനന്തരം. അനന്തരം അടുത്ത ഹിന്ദിയിൽ വായിക്കുന്നു തുരന്ത് ഉസ്കെ പശ്ചാത്ത് തബ് മത്ലബ് ഉടനെ. പെട്ടെന്ന് 14-ാം അധ്യായത്തിലെ ചിത്രം വേഗത്തിൽ മാറിയിട്ട് അതിവേഗത്തിൽ മറ്റൊരു അനുഭവത്തിലേക്ക് ആ ചരിത്രം മാറുകയാണ്. वहां उसके कुछ ही पदों बाद अगले ही पद में लिखा है कि तब यरूशलेम, तब उसी कुछ ही वक्तों में वो यीशु मसीह दूसरी जगह में जाता है। ആളുകൾ 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 തിങ്ങിക്കൂടി കർത്താവിനെ സന്തോഷത്തോടെ ശുശ്രൂഷിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. कई बार हमारे जीवन में जब हम सेवकाई करते हैं, हमारे अच्छे समय के बीच में खराबी आ जाती है। ഏറ്റവും സന്തോഷമുള്ള അതെ ശുശ്രൂഷയുടെ ഏറ്റവും സന്തോഷത്തോടെ മടങ്ങി വരുമ്പോഴേക്കും പെട്ടെന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ദുഃഖിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. जब सेवकाई में हम आनंद के स्तर पे होते हैं तो कोई ना कोई चीज हमें परेशान करने के लिए आती है। സഭയിലെ 99 പേരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി വിരോധം നിന്ന് വിരോധമായി സംസാരിക്കുന്ന എത്രയോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. कितनी बार ऐसा हो चुका है कि लोग आत्मा में आराधना करते हैं कलीसिया में, पर एक ने उल्टा बोला तो पूरा खराब हो जाता है। ശ്രദ്ധിക്കുക, പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട ബഹുമാനം ലഭിക്കേണ്ട സ്ഥലത്ത് പെട്ടെന്ന് അപമാനിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. जब हमें जहाँ अनुभव, हमको जहाँ आदर चाहिए वहाँ आदर ना मिले तो हमारा एक अंदर से दिल टूटता है। ഈ വാക്യങ്ങൾ ധ്യാനത്തോടെ വായിച്ചു പഠിച്ചപ്പോൾ എന്നെ ബലപ്പെടുത്തിയ ഒരു വിഷയമാണ് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. जो वचन मैं पढ़ा मुझे अंदर से बल मिला, वो वचन मैं आपके साथ बांटना चाहूंगा। പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട ബഹുമാനങ്ങൾ ലഭിക്കാതെ നമ്മളെ അപമാനത്തിനിരയാക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ലഭിക്കാതെ ലഭിച്ചില്ല അത് ശരിയാ, പക്ഷേ നമ്മളെ അപമാനിച്ചു വിടുന്ന ഒരുപാട് ഇടങ്ങൾ ഉണ്ടാകാറുണ്ട്. कई बार ऐसी जगह में ऐसे पल हमारे जीवन में आते हैं जहाँ हमको आदर नहीं मिलता, हमको अनादर करके वहाँ छोड़ते हैं। ലഭിക്കാതെ ലഭിച്ചില്ല, ചലോ നമ്മള് അവിടെ നിന്ന് സാരമില്ല, പക്ഷേ നമ്മളെ അപമാനിക്കുമ്പോൾ പലപ്പോഴും തകർന്നു പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. ऐसा होता है कई बार कि आदर नहीं मिला चलेगा, लेकिन अनादर करके छोड़ने वाले कई पल हमारे जीवन में होते हैं। ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും ഇതേ അനുഭവത്തിൽ കടന്നുപോയവരാണ് നമ്മുടെ മധ്യമുള്ളവരെല്ലാവരും. मसीह के सेवकों में से कई सबके जीवन में ऐसा अनुभव होता है। സഭാ ശുശ്രൂഷയിൽ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണല്ലോ നമ്മുടെ ദൈവദാസന്മാരെല്ലാവരും. कलीसिया में कई अनुभव ऐसे रखने वाले പലപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മളെ കുത്തി നോവിക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. हमारे कई बार हमारे साथ खड़े हुए लोग हमें चोपते हैं। നാം അവർക്ക് വേണ്ടി ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ച, അവർക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ച, സ്നേഹിച്ച, നമുക്ക് ലഭിക്കേണ്ട സമയം അവർക്ക് വേണ്ടി വിനിയോഗിച്ച ഇടങ്ങളിൽ അവസാനം ലഭിക്കേണ്ട മാനമോ ലഭിച്ചില്ല, നമുക്ക് വിരോധമായി സംസാരിച്ച എത്ര അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. जब हमने गुप्त उनके लिए प्रार्थना किया, विनती किए, तब उन्हीं के पीछे पीठ पीछे हमारा विरोध करने वाले कैसा एक पल हमारे जीवन में आया है। ഇന്നലെ ദൈവത്തെ അഭിഷിക്തന്മാരെ നമ്മൾ നേരത്തെ പാടിയതുപോലെ ലോകം നമുക്ക് അനുകൂലമല്ല. हम प्रभु के दासों जैसे हमने कुछ ही पल पहले गाया था, लोग हम ये संसार हमारे लिए नहीं है। നാം ദൈവനാമത്തിന് വേണ്ടി എന്തെല്ലാം അധ്വാനിച്ചു, നാം ഏതെല്ലാം ഇടങ്ങളിൽ വിത്ത് വിതച്ചു, നമുക്കൊരു പ്രതിഫലം ലഭിക്കേണ്ട ദിനം വരുന്നതേ ഉള്ളൂ. हमें जो भी कार्य हमने किए हैं परमेश्वर में सेवकाई में, उन सब का प्रतिफल हमें एक दिन मिलेगा। നിശ്ചയമായും നാം ആ നാട്ടിൽ പ്രവേശിക്കും. निश्चित रूप से हम उस शहर में पहुंचेंगे। ഒരുപക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ബഹുമാനവും ആദരവും ലഭിച്ചില്ലെങ്കിലും, जब हम भले हमें इस संसार में आदर ना मिला हो, നിശ്ചയമായും നമുക്ക് വേണ്ടി ഒരു ദിനം ഒരുക്കി വെച്ചിട്ടുണ്ട്. निश्चित रूप से हमारे लिए एक दिन निश्चित है। ഒരു ചരിത്രഭാഗം പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ടോ കേട്ടുള്ള ഒരു വിഷയമുണ്ട്, നമുക്ക് പലർക്കും അത് അറിയാമായിരിക്കാം. एक इतिहास की कुछ बातों को मैं याद करता हूँ, आप लोग उसको जानते भी होंगे। ആഫ്രിക്കയിൽ ദീർഘവർഷങ്ങൾ അധ്വാനിച്ച ദൈവദാസന്റെ മടക്കയാത്ര, ഇംഗ്ലണ്ടിലേക്കുള്ള മടക്കയാത്രയുടെ ചരിത്രം പലർക്കും അറിയാമായിരിക്കാം. अफ्रीका के देश से इंग्लैंड के देश में वापसी करने वाले एक प्रभु के दास के बारे में हम सब जानते हैं। 42 വർഷം ആഫ്രിക്കയുടെ മണ്ണിൽ മിനിസ്റ്റർ ചെയ്തതിനു ശേഷം വൃദ്ധാവസ്ഥയിൽ
ദേവദാസനും ദേവദാസിയും മടങ്ങി അവരുടെ ഇംഗ്ലീഷ് രാജ്യത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ അവർ കപ്പലിൽ ചെന്നിറങ്ങുന്ന ആ ആമേൻ ഇടത്ത് ഒരു വലിയ കൂട്ടം ആളുകൾ കൂടുതൽ കണ്ടു ഇറങ്ങുന്ന സമയത്ത് ജഹാജിന്റെ 42 साल सेवकाई करने के बाद प्रभु के दास और प्रभु की दासी उनके बुढ़ापे के समय में अपने देश से निकल करके जहाज से उतरते हैं. ഇറങ്ങുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ആ തുറമുഖത്ത് കൂട്ടത്തോടെ നിൽക്കുകയാണ് ഇവരെ സ്വീകരിപ്പാൻ വേണ്ടി. उनके लिए उनका स्वागत करने के लिए वहां के लोग उनका इंतजार कर रहे थे. അപ്പോൾ ഈ ദേവദാസൻ ഓർത്തു, ഞാൻ 42 വർഷം ഈ ആഫ്രിക്കയിൽ അധ്വാനിച്ചിട്ട് എനിക്ക് വേണ്ടി എന്നെ സ്വീകരിപ്പാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ എന്ന് താൻ ചിന്തിച്ചു പോയി. लेकिन वो जो प्रभु के दास जब ये सब देखा तो अंदर से आनंद की कि मैं 42 साल अफ्रीका में सेवकाई किया और ये हमारे लिए स्वागत करने आए हैं. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, വൃദ്ധയായ സ്ത്രീ വളരെ ആനന്ദത്തോടെ അവർ ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് കപ്പലിൽ നിന്ന്. वो उनकी दासी प्रभु की दासी बहुत ही आनंद के साथ उस जहाज से उतरने की कोशिश कर रही थी. പെട്ടെന്നാണ് കാര്യങ്ങൾ മനസ്സിലായത്. അല്ല, ബ്രിട്ടനിലെ രാജാവിന്റെ താൻ ഒരു വേട്ടയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ, താൻ ഒരു യാത്രയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ തന്നെ സ്വീകരിപ്പാൻ വേണ്ടി നിന്ന ആളുകളാണ് ആ കൂടിയുന്ന ആളുകൾ. जब बाद में पता चला तो उनको ये बातों को समझ में आया कि राजा एक यात्रा से होकर वापस आ रहा था. उस यात्रा में उसका स्वागत करने के लिए लोग खड़े थे. 42 വർഷം അധ്വാനിച്ചിട്ട് മടങ്ങി വന്ന, സ്വന്തം നാട്ടിലേക്ക് വന്ന വൃദ്ധ ദമ്പതികളെ സ്വീകരിപ്പാൻ വേണ്ടി ഒരു വ്യക്തി പോലും ആ തുറമുഖത്തില്ലാതെ പോയി. 42 साल परमेश्वर की सेवकाई करने के बाद जब दोनों दंपति आए तो उनका स्वागत करने के लिए एक भी जन न आया. ആമേൻ. അപ്പോൾ ആ കഷ്ടപ്പെട്ട് അവരുണ്ടായ ലഗേജ് വലിച്ചിറക്കുമ്പോൾ ആ പിതാവിന്റെ ഉള്ളിൽ, ദേവദാസനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ശക്തമായ പ്രവാഹം ഉണ്ടായി. जब अपना सामान उतार रहे थे वो, तो प्रभु के दास के दिल में परमेश्वर ने बहुत बड़ी बात डाली. ആ മാതാവ് ഇപ്രകാരം ആ പിതാവിനോട് പറയുന്നു, നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ എത്തിയിട്ട് നമ്മളെ സ്വീകരിപ്പാൻ ആരുമില്ലാതെ പോയല്ലോ. प्रभु की दासी ने प्रभु के दास से कहा कि हमारे खुद के शहर में हमारा स्वागत करने के लिए कोई നാം ഇത്ര നാൾ ദൈവനാമത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് നമ്മെ അയച്ച മിഷൻ ഓർഗനൈസേഷന്റെ ഒരു വ്യക്തിയെ പോലും നാം അവിടെ കാണുന്നില്ലല്ലോ. हमने जितने सेवकाई की, हमने जितनों को संभाला बढ़ाया, उनमें से कोई भी हमारे साथ आज खड़ा नहीं है. മറുപടി വാക്കുകളില്ലാതെ ആ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ അദ്ദേഹം ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത നൽകി. जब प्रभु के दास को उत्तर नहीं था, आंखों से आंसू बह रहे थे, परमेश्वर की आत्मा उनके दिल में बात डाला. താൻ ആത്മാവിൽ നിറഞ്ഞ് തന്റെ പത്നിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറയുന്നു ആത്മാവിൽ. प्रभु के दास आत्मा में अपने पत्नी को पकड़ के ये बात कहते हैं. ആമേൻ. നാം നമ്മുടെ സ്വന്തം നാട്ടിൽ ഇതുവരെ ചെന്നിട്ടില്ല. उन्होंने कहा कि हम अपने शहर में कभी पहुंचे ही नहीं. ആമേൻ. നാം നമ്മുടെ സ്വന്തം നാട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. हम अपने शहर में अभी तक पहुंचे नहीं है. ആമേൻ. നാം നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മെ ചേർക്കുവാൻ നിരവധി ദൂതന്മാർ അകമ്പടിയോടെ നാം നമ്മുടെ സ്വന്തം നാട്ടിലെത്തിച്ചേരും. जब हम अपने शहर में पहुंचेंगे तो हमारे लिए करोड़ों दूत हमारे स्वागत करेंगे. ഇന്ന് രാവിലെ ആത്മാവിൽ എത്ര പേര് സന്ദേശത്തിന്റെ ആഴങ്ങളെ ശ്രമിക്കുന്നു? ദൈവത്തിന്റെ പൈതലേ, ഈ നാട് നമ്മുടെ സ്വന്തമല്ല. इन बातों को समझे कि ये संसार हमारे लिए नहीं है. നമ്മെ മനസ്സിലാക്കാത്ത ആളുകൾ, നമ്മെ സ്വീകരിക്കാത്ത ആളുകൾ, നമ്മെ വെൽക്കം ചെയ്യാത്ത ആളുകളുടെ നടുവിൽ നാം അപമാനിക്കപ്പെടുമ്പോൾ ഇന്ന് രാവിലെ ആത്മാവ് ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ കുഞ്ഞെ, देवदासी ശ്രദ്ധിക്കണമേ, ഈ നാട് നമ്മുടെ സ്വന്തമല്ല. हम कई बार अनादर करने वाले कुछ ऐसे पल है, हमारा आदर लोग नहीं करते हैं, हमारे बारे में तुच्छ बातें कहते हैं, पर इन बातों को आज समझें कि ये संसार हमारे लिए नहीं है. നമ്മെ തുറമുഖത്ത് സ്വീകരിപ്പാൻ ആളില്ലാതിരിക്കുന്നതിന്റെ കാരണം നാം ഇതുവരെ സ്വന്തം നാട്ടിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. हमारा कोई स्वागत इसलिए नहीं करता है क्योंकि हम अपने शहर में अभी तक पहुंचे नहीं. നമ്മെ തന്റെ വിശുദ്ധന്മാരെ സ്വീകരിപ്പാൻ വേണ്ടി സ്വർഗം പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. स्वर्ग में ये निर्णय लिया गया है कि अपने भक्तों का स्वागत करेंगे. നാം ആദരിക്കപ്പെടുന്ന നാളുകൾ വരുവാൻ പോകുന്നതേ ഉള്ളൂ. हमारा आदर करने वाला समय आने ही वाला है. हम उत्तर ഭാരതത്തിൽ, മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, ആമേൻ, നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ അധ്വാനിക്കുന്ന വിശുദ്ധന്മാരെ നാം അപമാനം സഹിക്കുന്നു. നമുക്ക് ലഭിക്കേണ്ട ആദരവുകൾ ലഭിക്കുന്നില്ല. നാം ആമേൻ ആദരിക്കപ്പെടുന്നില്ല. നാം വിരോധം സഹിക്കുന്നു. കാരണം നാം നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മെ തിരിച്ചറിയുന്നവർ ഇവിടെ ചുരുക്കമാണ്. उत्तर भारत में सारे सेवकाई करने वाले प्रभु की दासों, प्रभु की दासियों, हमें आज के दिन अनादर मिलता है. हमारा तुच्छ बातें हमारे पीठ पीछे कहते हैं, हमारे बारे में बुरा कहते हैं, पर हमारे लिए एक दिन आने वाला है जब पूरा स्वर्ग हमारा इंतजार कर रहा है. നാം നിശ്ചയമായും നാം ആദരിക്കപ്പെടുന്ന നാട്ടിലേക്ക് എത്തിച്ചേരും. निश्चित रूप से हमारा आदर जहाँ होता है उस शहर में हम पहुंचने वाले हैं. ആ നാട്
നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. शहर हमारा इंतजार कर रहा ഈ है। കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. इन जगहों के सारे संकट कोई दिक्कत नहीं। ആമേൻ. ഗന്നേസരത്തിൽ നിരവധി പേരെ സൗഖ്യമാക്കി കർത്താവ്. गन्नेसरत में कई बार कई लोगों को चंगा करने वाला ഒരു यीशु मसीह। വലിയ കൂട്ടം ആളുകൾ അതിൽ ശുശ്രൂഷിക്കുന്നു. यीशु मसीह कई लोगों के बीच में सेवकाई करता है। ആമേൻ. അവിടെ ഉറക്കളച്ചിരുന്ന് ആമേൻ ശക്തമായി ശുശ്രൂഷിക്കുന്ന കർത്താവിനെയാണ് ഗന്നേസരത്തിൽ കാണുന്നത്. सामर्थ्य रूप से यीशु मसीह ने वहां पे सेवकाई की अपने पूरा सम्मति दी। അനവധി പേർക്ക് തൊടുവാൻ വേണ്ടി സ്പർശിക്കുവാൻ വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത തന്റെ ശക്തിയെ ഉപയോഗിച്ച കർത്താവിനെയാണ് അവിടെ കാണുന്നത്. हजारों लोग को छू करके यीशु मसीह ने अपने सामर्थ्य से चंगा किया है, हम पढ़ते हैं। അപ്പോൾ ഗന്നസരത്തിൽ കർത്താവ് ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നു. ഇനിയും ബഹുമാനം ലഭിക്കേണ്ട ഇടമാണ് അടുത്ത സമയങ്ങൾ. जब यीशु मसीह अपने सेविका के उच्च स्तर में पहुंच चुके हैं, वहां पे उनका आदर होना चाहिए। എന്നാൽ വായിക്കുന്നു, ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ യെരൂശലേമിൽ നിന്ന് ചില പരീശന്മാരും ശാസ്ത്രിമാരും അവിടേക്ക് വരികയാണ്. जब हम पढ़ते हैं कि उस समय में जब वो कार्य हो रहे थे अद्भुत, तभी यरूशलेम से फरीसी और शास्त्री आते हैं। പെട്ടെന്ന് ചോദ്യങ്ങളുമായി വിവാദങ്ങളുമായി വരുന്ന ഒരു കൂട്ടം ആളുകളെയാണ് യേശുവിന് ചുറ്റും കാണുന്നത്. उनके वो जो आ रहे थे तो एक सवाल और उठाने वाले समूह उनके साथ आ रहा था। പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളുകളെ മാറ്റിയിട്ട് അവിടേക്ക് ചോദ്യം ചോദിക്കുന്ന ആളുകൾ മുമ്പോട്ട് വരികയാണ്. जो समूह आ रहा था वो लोगों को अलग करके उनसे सवाल पूछने वाला एक समूह था। ആമേൻ. ബഹുമാനം ലഭിക്കേണ്ട ഇടങ്ങൾ, ആദരവ് ലഭിക്കേണ്ട സ്ഥലങ്ങൾ, അതെ പുകഴ്ത്തപ്പെടേണ്ട ഇടങ്ങളിൽ അപമാനിക്കപ്പെടുന്ന അനുഭവങ്ങളാണ് നാം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. जहाँ हमको आदर मिलना चाहिए, जहाँ हमारे लिए बातें अच्छी कहनी चाहिए, वहाँ हमारा अनादर और तुच्छ माना जाए, ऐसा एक समय है। ये 15 अध्याय का पहला पद। ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ വിശുദ്ധനെ, ഇന്ന് രാവിലെ ആത്മാവിൽ ശ്രദ്ധിക്കണമേ. നീ ഗന്നസരത്തിൽ അനാദരിക്കപ്പെടുന്നുവോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ മനസ്സിലാക്കണം, ആമേൻ, അവർ നമ്മെ മനസ്സിലാക്കാത്ത കൊണ്ടാണ്. हम कई बार प्रभु के दासियों हम गन्नेसरत में खड़े होते हैं, जहाँ हमें आदर मिलना चाहिए, वहाँ हमें आदर नहीं मिलता है। നാം ആദരിക്കപ്പെടുന്ന നാൾ അത് വേഗത്തിൽ സംഭവിക്കും. लेकिन जहाँ हमको आदर मिलेगा वो उस दिन आने वाला है। ഹല്ലേലൂയ. हालेलुया। ഏതെങ്കിലും രീതിയിൽ ഭാരപ്പെടുന്ന ദൈവമേ, എന്നെ അവർ സ്വീകരിക്കുന്നില്ലല്ലോ, എനിക്ക് ബഹുമാനം ലഭിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാൻ നന്മ അവർ നൽകിയില്ലെന്ന് മാത്രമല്ല, കുത്തി നോവിച്ച അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ പറയുന്നു, നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. अगर हमारे दिल में एक भार है कि हमें आदर नहीं मिलता, आदर ही नहीं बल्कि हमारा अनादर और तुच्छ करके लोग हमारे बारे में बुरा कहते हैं, നാം ആദരിക്കപ്പെടുന്ന നാൾ അതിവേഗത്തിൽ സംഭവിക്കും. विश्वास करें कि हमारा आदर करने वाला एक दिन आने वाला है। ലുസ്ത്രയിലെ ഒരു ചരിത്രം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന സന്ദേശം. लुस्त्रा में हुए एक घटना के बारे में मैं कहना चाहूंगा। എല്ലാവർക്കും സുപരിചിതമായ അധ്യായമാണല്ലോ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 14. आपको सबको पता हो एक अध्याय है प्रेरित काम 14वां अध्याय। അധ്യായത്തിലെ വലിയ വിശാലമായ ഒരു വിഷയം പലർക്കും കാണാപ്പാഠമാണെന്ന് എനിക്കറിയാം. हम जानते हैं कि कई सारे लोगों को इन बातों के बारे में बिन देखा पता है। ആമേൻ. ജന്മനാ മുടന്തനായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്ന ചരിത്രമാണ് പൗലോസ് ജീവിതത്തിലെ ആ പ്രത്യേക ഭാഗം. जन्म से कोड़ी को चंगा करने वाला वो भाग हम बढ़ते हैं। ആമേൻ. ജന്മനാ മുടന്തനായ വ്യക്തിയെ സൗഖ്യമാക്കുന്ന ചരിത്രമാണ് 14-ാം അധ്യായത്തിൽ നാം കാണുന്നത്. जन्म से लंगड़े को वहाँ चंगा करने वाला पतरस वहाँ खड़ा होता है। ആമേൻ. വായിക്കുന്നു, ആളുകൾ പൂമാലയെ വന്ന് സ്വീകരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. वहाँ पे कई बार ऐसा उनके जीवन में एक ऐसा अनुभव हुआ है कि लोग उनके फूल माला लेके स्वागत करते हैं। പൗലോസിന്റെയും ബർന്നബാസിന്റെ മുമ്പിൽ അവർ എന്ത് ചെയ്യുന്നു? യാഗത്തിന് വേണ്ടി ദേവന്മാർ നമ്മുടെ മധ്യ ഇറങ്ങി വന്നു പറയുന്ന അനുഭവങ്ങളാണ് അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങൾ. उस अध्याय के पहले भागों में हम देखते हैं कि लोग उनका पतरस और बरनबास का ऐसे उनको देवता मानते हैं। ആമേ. ദേവത हमारे बीच में, ആമേ. ദൂതന്മാർ നമ്മുടെ മധ്യേ ഇറങ്ങി വന്നു എന്ന് പറയുന്ന അനുഭവങ്ങൾ. वो लोग ये कह रहे थे कि देवता हमारे बीच में उतर आ गए हैं। എന്നാൽ വായിക്കുന്നു, വേഗത്തിൽ ചരിത്രം മാറി മറിയുന്നു. पढ़ते हैं लेकिन जल्दी से इतिहास बदल जाता है। ആമേൻ. അവിടെ ആദരിക്കപ്പെടുന്ന ഇടമാണ്, പക്ഷേ വേഗത്തിൽ അവനെ പൗലോസിനെയും ബർന്നബാസിനെയും കല്ലെറിയുന്ന അനുഭവങ്ങളാണ് നാം വായിക്കുന്നത്. जहाँ पतरस और बरनबास का आदर होना चाहिए, वहाँ पे उन पर पथराव हुआ था। മരിച്ചെന്ന് കരുതി പൗലോസിനെ വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങളുണ്ട്. मरा हुआ समझकर उसको खींच के ले गए हैं पौलुस को। ആമേ. വായിക്കുന്നു, വലിച്ച് പട്ടണത്തിന് പുറത്താക്കി എന്ന് വായിക്കുന്നു. वहाँ पढ़ते हैं कि इनको पौलुस को खींच करके शहर से बाहर निकाल दिया। അകത്തിരുത്തി ആദരിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആമേൻ വളരെ ദുഃഖകരമായ അനുഭവങ്ങൾ. जिस समय में उसको शहर में बुला करके उसका आदर करना चाहिए था, उस समय में उसको शहर से बाहर खींच के ले गए। ആമേൻ. നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടുന്നുവോ? സുവിശേഷ വേല നിമിത്തം നാം ഭാരപ്പെടേണ്ട
ആമേൻ ആമേൻ ഒരുപാടിടങ്ങളിൽ ഉദാഹരണമായിട്ട് വേദപുസ്തകം പറയുന്നു. ആമേൻ നാം കഷ്ടത സഹിപ്പാൻ വേണ്ടി വരം ലഭിച്ചവർ. प्रभु के दासों, कई बार हमारे जीवन में ऐसे ही मौके आते हैं जब हमको आदर मिलना चाहिए, हमें नहीं मिलता है, पर इन बातों को समझें कि हमारे लिए एक दिन आने वाला है। രാവിലെ ശ്രദ്ധിക്കണമേ, ഗന്നസരത്തിൽ നമുക്ക് ലഭിക്കേണ്ട ബഹുമാനം ലഭിക്കാതിരിക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രികളും വിരോധമായി പറയുമ്പോൾ അത് നമ്മുടെ ശുശ്രൂഷ അവസാനമല്ല. നിശ്ചയമായും അതിനുശേഷം നാം നിരവധി പേരെ സൗഖ്യമാക്കും. അനേക ഇടങ്ങൾ ദൈവത്തെ വേല ചെയ്യുന്ന गन्नसरत में शास्त्री और यहूदी आकर के हमारा सेवकाई का अंत नहीं कर सकते, बल्कि उसके बाद भी हम हजारों लोगों को चंगा करेंगे, अपने सेवकाई को आगे बढ़ाते ही रहेंगे। നമ്മുടെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും നിലനിൽക്കുമ്പോൾ നാം ഗന്നസരത്ത് വിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറി കർത്താവ് ശുശ്രൂഷിക്കുന്ന വായിക്കുന്നു. जिस पल में शास्त्री लोग कह रहे थे कि आगे सेवकाई मत करना, आगे कुछ नहीं कर पाओगे, तो हम दूसरी जगह में जाकर के परमेश्वर की सेवकाई को बढ़ाते रहेंगे। ആളുകൾ തൊട്ട് സുഖം പ്രാപിച്ചവർ അവർക്ക് ലഭിക്കേണ്ട ബഹുമാനവും ആദരവും കർത്താവിന് കൊടുക്കുന്ന മുമ്പ് തന്നെ അവിടെ വലിയ കോലാഹലം ഉണ്ടാകുന്ന എന്നാ വായിക്കുന്നു. वहाँ के लोग यीशु मसीह का आदर करने से पहले ही वहाँ पे बहुत बड़ा कोलाहल होता है। പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? कई बार हम सोचते हैं कि प्रभु ये सब क्यों हो रहा है। ആമേൻ. നാം ശുശ്രൂഷിച്ച ഇടങ്ങൾ, നാം ജോലി ചെയ്ത സ്ഥലങ്ങൾ, അല്ലെ, നാം എത്രയോ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ബെസ്റ്റായ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നന്നായി ചെയ്തിട്ടും ലഭിക്കേണ്ട മാൻ ലഭിച്ചില്ലെന്ന് മാത്രമല്ല अपमानिकപ്പെട്ടവരായി നാം പലപ്പോഴും പോകേണ്ടി വന്നിട്ടുണ്ട്. कई बार हमारे जीवन में ऐसा एक अनुभव होता है कि हमने अपना संपूर्ण पूरा जीवन बहुत हमने पूरा कोशिश किया है, अपने अपने तरफ से बहुत ही अच्छा कर्म किया है, लेकिन हमें वहां पे कोई आदर नहीं मिलता है। ദേവദാസനെ ഇന്ന് രാവിലെ മനസ്സുറച്ചിരിക്കട്ടെ. प्रभु के दास, हमारा दिल स्थिर होने पाए। ദേവദാസിയെ ഇന്ന് രാത്രി നമ്മുടെ മനസ്സിൽ നമ്മുടെ എല്ലാ ഭയങ്ങളും നമ്മുടെ എല്ലാ ചിന്തകളും മാറ്റിവെക്കാം. प्रभु के दास, हमारे दिल में आज जितने भी चिंता है वो सब दूर होने पाए। നിശ്ചയമായും നാം ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് പോകുന്നവരല്ല. निश्चित रूप से हम अपने सेवकाई को खत्म करने के जाने वाले नहीं हैं। നാം ഇത് പൂർത്തീകരിച്ചിട്ടേ മടങ്ങൂ. हम निश्चित रूप से इसे पूरा करेंगे। ഗന്നസരത്തിനെ അപമാനിച്ചാൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. गन्नसरत में अगर आपका अनादर हुआ है तो दूसरा समूह आपका इंतजार कर रहा है। നാം നമ്മുടെ വേല നിവർത്തിക്കും. हम अपनी सेवकाई को बढ़ाएंगे। ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധാത്മാവിന് അതിശക്തമായ ആമേൻ. ഓ ആമേൻ. ശബ്ദത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാമോ? परमेश्वर की आत्मा के बुलाहट के बीच में अपने आप को समर्पित कर दे। നിരാശയോട് പറയാം, യേശുവിന്റെ നാമത്തിൽ എന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. निराशा से कहें कि यीशु मसीह के नाम से हमारे शरीर से दूर हो जाए। ഏതെങ്കിലും രീതിയിൽ ഗന്നസരത്തിലെ അപമാനങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കണമേ. നിന്നെ ആരെല്ലാം അപമാനിക്കുവാൻ ശ്രമിച്ചാലും നാം ഈ ശുശ്രൂഷ അവസാനിച്ചിട്ട് നസ്രത്തിലേക്ക് മടങ്ങുകയില്ല. നാം അതിശക്തമായി മുമ്പോട്ട് പോകും. नसरत की परेशानी देख करके हम अगर पीछे हटने वालों में से नहीं है, बल्कि कहेंगे कि यीशु मसीह के नाम में हम सेवकाई में आगे बढ़ते ही रहेंगे। എത്രയോ ദേവദാസന്മാരുടെ അനുഭവങ്ങൾ നാം ദിനംതോറും കേൾക്കാറുണ്ട്. कितने प्रभु के दासों के जीवन के बारे में हम सुनते रहते हैं। ജീവിതകാലം മുഴുവൻ മനുഷ്യക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് അവസാനം വെറും കൈയോടെ മടങ്ങി वह നിരവധി പേരുണ്ട്. ऐसे बहुत सारे लोग हैं कि अपने जीवन को पूरा परमेश्वर की सेवकाई में निपटा दिया और उनको कोई आदर नहीं मिला। എന്നാൽ ഓർക്കുക, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. इन बात को आप समझ ले कि ये संसार हमारे लिए नहीं है। നമുക്ക് ബഹുമാനം ലഭിക്കുന്നത് ഇവിടെയല്ല. हमको आदर करने वाला जगह ये नहीं है। നമുക്ക് വേണ്ടി ആ ദേശം കാത്തിരിക്കുന്നു. हमारे लिए एक देश इंतजार कर रहा है। നിരവധി കോടാകോടി ദൂതന്മാർ, അനേക വിശുദ്ധന്മാർ നമ്മെ കാത്തിരിക്കുന്നു. करोड़ों की गिनती में स्वर्गदूत हमारे लिए इंतजार कर रहे हैं। ആ നാട്ടിൽ നാം പ്രവേശിക്കും. उस शहर में हम पहुंचेंगे। നിശ്ചയമായി നാം ആദരിക്കപ്പെടും. निश्चित रूप से हमारा आदर किया जाएगा। ഗന്നസരത്തിലെ അപമാനങ്ങൾ നമ്മുടെ ശുശ്രൂഷ അവസാനമല്ല. गन्नसरत का अनादर हमारे लिए हम सेवकाई का अंत नहीं है। നീ ശിഷ്യന്മാരെ കൈ കഴുകാൻ പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് തന്റെ ആ ഡോക്ടറിന് വിരോധമായി സംസാരിക്കുന്ന ആളുകളെയാണ് നാം ഈ 15-ാം അധ്യായത്തിൽ കാണുന്നത്. हम यहाँ 15वें अध्याय में देखते हैं कि तुमने अपने चेलों को हाथ धोना नहीं सिखाया, कि यीशु मसीह के सिद्धांतों के बारे में बुरा वो कहते हैं। നമ്മൾ യോഗ്യരല്ല, ഗുരുവായിരിക്കാൻ യോഗ്യരെന്ന് പറഞ്ഞ് നമ്മളെ പുറകോട്ട് വലിക്കുമ്പോൾ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, അല്ല, ദൈവം എന്നെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. हम गुरु नहीं है, गुरु होने के लिए योग्य नहीं है, ऐसा लोग पीछे खींचते हैं, तो हम कहेंगे नहीं, परमेश्वर ने हमें बुलाया है। നാം നമ്മेकाल
ശക്തരായവരെ ഒരുക്കിയിട്ടേ ഇവിടുന്ന് മടങ്ങൂ. हम अपने से शक्तिशाली लोगों को यहाँ खड़ा करके ही जाएंगे. ആമേൻ. നമ്മുടെ ശിഷ്യന്മാർ അതിശക്തരായി മാറും. हमारे चेले अभिषिक्त रूप में होंगे. നാം എവിടെ അപമാനിക്കപ്പെട്ടുവോ ആ നാട്ടിൽ ആമേൻ അത്ഭുതം കണ്ടേ നാം മടങ്ങൂ. जिस गांव में हमारा अनादर होता है उसी गांव में हम अद्भुत कार्य करके ही യെരൂശലേമിൽ जाएंगे. നിന്ന് വന്ന പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നാട്ടിൽ പത്രോസും ശേഷമുള്ളവരും അത്ഭുതമായി ശുശ്രൂഷ ചരിത്രം നാം പെന്തക്കോസ്തിനകത്തിൽ കാണുന്നുണ്ട്. पेंतिकुस्त के दिन में हम जानते हैं कि यरूशलेम के उसी शहर में जहाँ से शास्त्री और यहूदी आए थे, उसी शहर में पतरस ने बहुत ही बड़े अद्भुत कार्यों को किया है. രാവിലെ എല്ലാ നിരാശകളും മാറട്ടെ. आज दिन सारा निराशा हमारे दिल से चले जाए. നിശ്ചയമായും ആമേൻ നാം നമ്മുടെ ശുശ്രൂഷ വർദ്ധിക്കും. निश्चित रूप से हम अपने सेवकाई को बढ़ाएंगे. നമ്മെ നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, അവരുടെ നിന്ദാവാക്കളെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട. हमारे बारे में बुरा कहने वालों को कहने दो, हम अपना मार्ग पीछे नहीं हटाएंगे. ആമേൻ നാം ആത്മാവിൽ നാം ശുശ്രൂഷിക്കുന്നു. हम आत्मा में आगे बढ़ते ही रहेंगे. ആമേൻ നിശ്ചയമായും നിരവധി പേരെ നാം വീണ്ടും സൗഖ്യമാക്കും. निश्चित रूप से हम हजारों को फिर से चंगा करेंगे. ഒരുപാട് ഭൂതങ്ങൾ വിട്ടുമാറും. कई दुष्ट आत्माएं भागेंगी. ആളുകൾ കർത്താവിനെ അറിയും. परमेश्वर को लोग पहचानेंगे. നാം നമ്മുടെ ദേശത്തെ പിടിച്ചടക്കും. हम अपने देश को उठा देंगे. ഹല്ലേലൂയ. हालेलुया. ആമേൻ. 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ നിരാശ കണ്ട നീ ശുശ്രൂഷയുടെ ലഭിച്ച ആമേൻ ആദരവ് നിനക്ക് 15-ാം അധ്യായത്തിൽ ലഭിച്ചില്ലേ? സാരമില്ല. ഹല്ലേലൂയ. നിന്നെ നോക്കി കാത്തിരിക്കുന്ന ആളുകൾ നിരവധിയോടെന്ന് രാവിലെ മനസ്സിലാക്കണം. अगर जो तुमको आदर मिलना चाहिए था 14वें अध्याय में 15वें अध्याय की शुरुआती में, अगर आपको आदर नहीं मिला है, इन बातों को संकट में लेके ना बैठे, क्योंकि एक बड़ा समूह आपका दूसरा इंतजार कर रहा है. ഹല്ലേലൂയ. हालेलुया. നിരാശ നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല. निराशा हमें दबाएगी नहीं. നിശ്ചയമായി നാം ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകും. निश्चित रूप से हम सेवकाई में बढ़ते ही रहेंगे. ഈ വിരോധങ്ങൾ ദൈവസഭയുടെ അവസാനമല്ല. ये विरोध हमारे कलीसिया का अंत नहीं है. അതിവേഗത്തിൽ നാം ദേശത്തെ കടന്നു പിടിക്കും. अधिवेग से हम देश को जीत जाएंगे. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. ഗന്നസരത്ത് നാം അധ്വാനിച്ച് ശരിയാണ്. गन्नेसरत में हमने मेहनत की है. ആമേൻ. നാം നിശ്ചയമായും ആമേൻ ഈ നാട്ടിൽ വിതച്ച വിത്തുകൾ വ്യർത്ഥമല്ല, വൃഥാവല്ല. निश्चित रूप से हमने जो यहाँ पे बीज बोए हैं वो फालतू नहीं जाएंगे. ഹല്ലേലൂയ. हालेलुया. ആമേൻ. വിരോധം ചെയ്യുന്ന പരീശന്മാരും ശാസ്ത്രിമാരും നാട്ടിൽ ദൈവസഭ വളരും. विरोध करने वाले शास्त्री और फरीसी के उसी जगह में अद्भुत कार्य होंगे. സഭാതിവേഗത്തിൽ വളരും. सभा परमेश्वर कलीसिया अधिवेग से बढ़ती जाएगी. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. God bless you all. प्रभु आप कोशिश करें. ഗന്നസരത്ത് ആമേൻ ശുശ്രൂഷയുടെ ആദരവ് ലഭിച്ചല്ലോ നീ ഭാരപ്പെടേണ്ട. गन्नेसरत की आदर आपको नहीं मिला है, इन बातों का आप बुरा ना माने. ആമേൻ. നിശ്ചയമായി നാം ആദരിക്കപ്പെടുന്ന നാളുണ്ട്. निश्चित रूप से हमारा आदर करने वाला एक समय है. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता God करे. bless you all. प्रभु आप कोशिश करें. Amen. आमीन. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആദരവിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ ഉയരത്തിൽ നമുക്കായിട്ട് അനുഗ്രഹങ്ങളെ വെച്ച് കാത്തിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച് അനുഗ്രഹിക്കട്ടെ വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആദരവുകൾ അല്ലെങ്കിൽ നമുക്ക് സമ്മാനങ്ങൾ ഒന്നും ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചില്ല എങ്കിലും ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടി ഓട്ടം തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാടാത്ത കിരീടങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ പിന്നെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ട് കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് അവർ ചെയ്യുന്ന എല്ലാ വേലയിലും ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുടുംബമായി കുഞ്ഞുങ്ങളായി കർത്താവിന്റെ മഹത്വമുള്ള വേല യുപിയുടെ പ്രദേശത്ത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ കേൾപ്പിച്ച വചനം പോലെ പലപ്പോഴും അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരണമായ ആദരവുകളോ ഹല്ലേലൂയ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല എങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ നല്ല ഹല്ലേലൂയ ആദരവിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ വേലയെ കർത്താവ് മാനിക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ പ്രിയവനെ കർത്താവ് സഹായിച്ചല്ലോ. നമുക്കതിനായിട്ട് സ്തോത്രം
സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കർത്താവിൻ്റെ സഹിത്വം അനുഭവിക്കുവാൻ കൃപ ചെയ്യട്ടെ. അവർ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വേലയിൽ പിന്നെയും മുന്നേറുവാൻ, ഹല്ലേലൂയ, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും ദൈവത്തിൻ്റെ നാമം അതിശക്തിയോടെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ സഹായിച്ചല്ലോ. അതിനായിട്ട് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ബേബിച്ചൻ ബ്രദറേയും കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. നമുക്ക് സ്തോത്രം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വേലയെയും കർത്താവ് മാനിക്കട്ടെ. വേലയോടുള്ള ബന്ധത്തിൽ അദ്ദേഹമായിരിക്കുന്ന സ്ഥാനങ്ങളിലും കടന്നു പോകുന്ന സ്ഥാനങ്ങളിലും കർത്താവിൻ്റെ കൃപ ധാരാളമായി അനുഭവിക്കുവാൻ, കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ പ്രിയദാസനെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരോഗ്യവും ബലവും കൊടുത്ത് കർത്താവ് പിന്നെയും മാനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുവാന്, ആത്മാവിൽ ആരാധിക്കുവാന്, പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കുവാന്, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കേൾക്കുവാനൊക്കെയും കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നമ്മളെക്കാൾ ശ്രേഷ്ഠരായ പലരും പട്ടുപോയി ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇത്രത്തോളം, ഹല്ലേലൂയ, ആപത്തുകള്, അനർത്ഥങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, പ്രതികൂലങ്ങള്, നിന്ദകള്, പരിഹാസങ്ങള്, ഇവയുടെയൊക്കെയും മധ്യത്തിൽ നിലനിർത്തിയിരിക്കുന്നുവെങ്കിൽ കർത്താവിന് നമ്മെ കൊണ്ടൊരാവശ്യമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ഇച്ഛ എന്താണെന്ന്, കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് അതിന് പ്രകാരം മുന്നേറുവാൻ സ്വർഗം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. हालेलुया। और एक दिन प्रभु ने हमें दान दिया, इसलिए हम प्रभु को धन्यवाद करेंगे। हमारे से श्रेष्ठ लोग, कई लोग इस दुनिया से चले गए आए, हालेलुया, फिर भी प्रतिकूल अवस्था में, विपत्ति में, बीमारों के बीच में सब प्रभु हमें इतना अच्छा से संभाल के रखा। प्रभु को हमारे बारे में कुछ इच्छा है, वो इच्छा क्या है मान के, हमारे बुलाहट क्या है वो हिसाब से आगे जाने के लिए प्रभु आगे भी हमें सहायता करने के लिए हम प्रार्थना करेंगे। और अभी तक प्रभु का उपस्थिति हमारे बीच में थे, इसलिए प्रभु को धन्यवाद करेंगे। अच्छा वचन सुनने के लिए प्रभु ने सहायता किया। हम जो चाहता है वो हिसाब से एक आदर हमें चाहे इस दुनिया में नहीं मिले, लेकिन हम वो सोच के पीछे मुड़ने का नहीं है। प्रभु हमारे लिए जो मुकुट रखा है उसके ऊपर ध्यान रखिए। आगे प्रभु का सेवकाई जब तक हम जिंदा है तब तक करने के लिए प्रभु हमें सहायता करे। प्रभु का दास का द्वारा सुनाया हुआ अच्छा वचन के लिए हम धन्यवाद करेंगे। हालेलुया। अच्छा ट्रांसलेशन किया हुआ एबन के लिए हम धन्यवाद करेंगे। रायबरेली यूपी में बहुत प्रतिकूल अवस्था में हम सब जानता है उधर का अवस्था। प्रभु का सेवकाई करने के लिए प्रभु का दास को, उनका फैमिली को प्रभु उपयोग कर रहे, इस्तेमाल कर रहे, इसलिए हम प्रभु को धन्यवाद करेंगे। हालेलुया। उनका सेवकाई में, उनका कलीसिया में, उनका विश्वासी लोगों को सब प्रभु आशीष से भर देने के लिए हम प्रार्थना करेंगे। हालेलुया। आगे भी कोई भी प्रतिकूल अवस्था में भी प्रभु का नाम का बढ़ोतरी के लिए काम करने को प्रभु वो फैमिली को सहायता करे, इसके लिए हम प्रभु को धन्यवाद करेंगे। अच्छे तरह से ट्रांसलेट करने के लिए बिन को प्रभु ने सहायता किया। उनको प्रभु ने दान दिया हुआ दोनों बच्चे लोग, हालेलुया, जितना उनसे हो सकते उतना वो हिसाब से प्रभु का सेवकाई में, हालेलुया, अपने पिताजी के साथ, हालेलुया, कंधों के कंध मिला के, हालेलुया, सेवकाई कर रहे। इसके लिए हम प्रभु को धन्यवाद करेंगे। उनका फ्यूचर के लिए, उनका पढ़ाई के लिए, वो प्रभु का सेवकाई के लिए किधर भी जावे उधर सब प्रभु का उपस्थिति उनके साथ होना चाहिए। इसके लिए हालेलुया हम उनका फैमिली के लिए प्रार्थना करेंगे। अच्छा आराधना आज हमें मिला है। आराधना का गाना गाने के लिए, लीड करने के लिए प्रभु का दास बेबीचंद ब्रदर को प्रभु ने सहायता किया है। इसके लिए हम प्रभु को धन्यवाद करेंगे। प्रभु ने उनको दिया हुआ तालंत प्रभु का नाम का महिमा के लिए उपयोग कर रहे, इसके लिए भी हम धन्यवाद करेंगे। उनको, बेबीचंद ब्रदर को, उनका फैमिली को, उनको दान दिया हुआ बच्चे लोगों को प्रभु आशीष से भर दे, पवित्र आत्मा का भरपूरी से और सेवकाई करने के लिए प्रभु सहायता करे। हालेलुया। इसके लिए हम धन्यवाद करेंगे। अभी तक हमें मिला हुआ सारे आशीष के लिए प्रभु को धन्यवाद कर